ഉണ്ണിച്ചേട്ടാ, എങ്ങനെയാണ് ഈ എലിക്കടി ഉപയോഗിക്കുന്നത് ഉണ്ണിച്ചേട്ടൻ അറിയാമോ? അറിയില്ല. ഞാൻ പഠിപ്പിച്ചുതരാം ഉണ്ണിച്ചേട്ടൻ. ഇതെന്ന് പറയുന്നത് ഭദ്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ട്രാപ്പാണിത്. ഇത് നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഉപയോഗിക്കുമ്പോൾ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 30 സെക്കൻഡ് മുതൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ എലി ചത്തുപോകും ഇത് വീണിട്ട്. ഇപ്പം കൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ വെള്ളത്തിൽ കൂടെ മുക്കാനൊന്നും പോണ്ട, വെയിലത്ത് വെച്ച് എലിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനൊന്നും പോണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എപ്പോഴും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും ഒരു ചാരണ്ട് ഇട്ടിട്ട് എവിടെയെങ്കിലും കെട്ടി വെക്കണം. എന്തിനാ കെട്ടി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലി ഇതെടുത്തോണ്ടൊന്നും പോകത്തില്ല. പക്ഷെ പൂച്ച വന്നു കഴിഞ്ഞാല് പൂച്ച വന്നിട്ട് ഈ എലിയെ പിടിക്കുന്ന എലിക്ക് ഇതിന് ട്രാപ്പിന് വെയിറ്റ് ഇല്ല. അപ്പൊ പൂച്ച വന്നിട്ട് എലിയെ എടുക്കും, ചത്ത് കിടക്കുന്ന എലി എടുത്തോണ്ട് പോകും. അന്നേരം ഈ ട്രാപ്പ് കൂടെ പോകും. അങ്ങനെ കൊണ്ടുപോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ കെട്ടി ഇവിടെ കെട്ടുന്നത്. പിന്നെ എങ്ങനെയാ കൂട്ടി വെക്കുന്നത് ഞാൻ പഠിപ്പിച്ചുതരാം ഉണ്ണിച്ചേട്ടന്. ഇത് കണ്ടല്ലോ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതാണ് കെണി. അപ്പം ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് കറക്റ്റ് ഇതിന്റെ പരുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ഒരു തേങ്ങാക്കൊത്ത് എടുക്കുക, തേങ്ങാക്കൊത്ത് എടുത്തിട്ട് തന്നെ ഇവിടോട്ട് വെക്കുക, ഇവിടോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് മേലോട്ട് കയറ്റി വെച്ചാൽ മതി. അപ്പൊ കണ്ടല്ലോ തേങ്ങാക്കൊത്ത് ഇതിലോട്ട് എടുത്തിട്ട് പൊക്കി ഇതിലോട്ട് കുത്തി കയറ്റി വെക്കുക. കുത്തി കയറ്റി വെച്ചിട്ട് അപ്പം ഇത് വെച്ചാലും തന്നെ ഇതിങ്ങനെ തന്നെ ലൂസ് ആയിരിക്കണം. ലൂസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ലോക്ക് വീഴത്തുള്ളൂ. അപ്പം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കുത്തിക്കയറ്റണം. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കപ്പയാണേലും അതേ വലിപ്പത്തിൽ മാത്രമേ മുറിക്കാവൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ പഴുക്കാത്ത ആ ഒരു തേങ്ങാക്കൊത്തിന്റെ വലിപ്പത്തിൽ. ഇനിയും നല്ല രീതിയിൽ പഴുക്കാത്ത ഏത്തക്കയാണേലും വെക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കണം. ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും, കണ്ടില്ലേ? കൈ അടിക്കരുത്, ഒരു കാരണവശാലും കൈയിൽ അടി വന്നിട്ട് അടി വീഴരുത്. ഇത്രയേ ഉള്ളൂ സാധനം. ഇത് വെക്കണം. എന്നിട്ട് എലി വന്നിട്ട് അവിടെ തൊട്ട് കഴിഞ്ഞാൽ എലി ഇവിടെ അടിച്ചു വീഴും. എലി ചത്തു എന്നുള്ള ഉറപ്പാ. ചോരയൊന്നും വരത്തില്ല പൊതുവെ. പിന്നെ സംഗതി സിമ്പിളാ, പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ആണ്. കണ്ടില്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ വെക്കാൻ പറ്റും, കയ്യിലെടുത്ത് തന്നെ. കണ്ടില്ലേ? പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവരെ സൂക്ഷിക്കണം, കൈ അടി പോവാതെ. അതിന് ഞാൻ പറഞ്ഞൊരു മെത്തേഡ് എന്ന് പറയുന്നത് വല്ല ചെരുപ്പോ എന്തെങ്കിലും ഇവിടെ ഒന്ന് വെച്ചേക്കണം. എന്തെങ്കിലും കാരണം വെച്ചാല് അറിയാതെ വല്ല അടിച്ചു കഴിഞ്ഞാൽ കൈ അവിടെ സാധനം വെക്കണം. ആ ചെരുപ്പ് വല്ലതും വെക്കാൻ റബ്ബറല്ലേ. പക്ഷെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളെപ്പോഴും ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലോക്ക് ചെയ്യാവും. വളരെ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ ലോക്ക് ചെയ്താൽ. അപ്പൊ എല്ലാ വീടുകളിലും എലിയാണ്. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലിപ്പനി പരത്തുന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ പാടത്തൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ എലിയുടെ മൂത്രം വീണ വെള്ളം കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ പറയും. പക്ഷേ നമ്മുടെ മുറ്റത്ത് പോലും എലി വന്ന് കാഷ്ടിക്കും. മുറ്റത്ത് പോലും എലി വന്ന് കാഷ്ടിക്കുമ്പോൾ നമ്മൾ ചെരുപ്പില്ലാതെ മുറ്റത്തോട്ട് ഇറങ്ങിയെന്നിരിക്കട്ടെ. ചെരുപ്പില്ലാതെ മുറ്റത്തോട്ട് ഇറങ്ങുന്ന ഉടനെ നമ്മുടെ ചിലരെയൊക്കെ കാലെ ചെറുതായിട്ട് വെടിച്ചു കയറിയ ചെറിയ പാടുകളുണ്ട്, ചെറിയ ഇതാണ്. അതിൽ കൂടി ഇതിന്റെ അണുക്കള് നമ്മുടെ ശരീരത്തിൽ കയറും. നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് നമുക്ക് എലിപ്പനിയും അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇത് ഒരു ഇതിന് ഒരു ഇതുപോലൊരു സെയിം സംഭവം നമ്മുടെ പെണ്ണുക്കിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ പുള്ളി എന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അതിനല്ല, വേറെ കാര്യം കൂടെ പറയാം. ഇതിന്റെ MRP എന്ന് പറയുന്നത് 450 രൂപയാണ്. ഇത് നമ്മൾ പമ്പയിൽ ഇത് കൊടുക്കുന്നത് 380 രൂപയ്ക്കാണ്. പമ്പ എന്ന് പറയുന്നത് ജനസേവനത്തിന് വേണ്ടി തുടങ്ങിയ തന്നെ ഒരു പ്രസ്ഥാനമാണ്. അപ്പം ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ലക്ഷ്യമാക്കി തന്നെ നമ്മൾ 100 രൂപ ഡിസ്കൗണ്ടിലാണ് ഇത് കൊടുക്കുന്നത്. 350 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ ഇതിന്റെ ചെറുത് മതി എന്നുണ്ടെങ്കിൽ അത് 350 രൂപയാണ് അതിന്റെ MRP. അത് നമ്മൾ 250 രൂപയ്ക്ക് കൊടുക്കും. പക്ഷെ എന്റെ അഡ്വൈസ് എപ്പോഴും ഇത് മേടിക്കണമെന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചുണ്ടലി മുതല് തൊരപ്പം മുതല് പന്നിയിൽ വരെ ഇതിനകത്ത് കയറും. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ ദയവ് ഇത് മാറ്റിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല കോഴിയോ വല്ല കിളിയോ വല്ലതും വന്ന് ഈ തേങ്ങാക്കൊത്ത കൊത്തിയാൽ അപ്പോഴേ കത്തും. പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഓക്കെ. ഇന്നല്ല വിളിച്ചിട്ടാ കാലക്ക് കേട്ടോ.